മണി. ഭാര്യയായ സുഹൈല ബീവിയെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല. പരിഭ്രമത്തോടെയുള്ള വിളിയേറ്റ് സുഹൈല ബീവി ഭർത്താവിന്റെ മുന്നിൽ വന്നു നിന്നു. മുത്തിന് തങ്ങൾക്ക് വിശക്കുന്നു, നീ പോയി വേഗം ഭക്ഷണം ഉണ്ടാക്കി. ജാബിർ കത്തിമൂസയാക്കി ആടിനെ അറുത്തു. അതിവേഗം തിരുനബിയെ ക്ഷണിക്കാൻ ആ ചാരത്തേക്ക് നീങ്ങി. പിന്നെ വീട്ടിൽ സംഭവിച്ചതൊന്നും ജാബിർ ഒന്നില്ല. എന്താ സംഭവിച്ചെന്നറിയാമോ കൂട്ടുകാരെ? ജാബിർ ആടിനെ അറുക്കുന്ന രംഗം തന്റെ 6ഉം 4ഉം വയസ്സുള്ള പിഞ്ചു മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മൂത്തവൻ ഇളവനോട് പറഞ്ഞു, അനിയ, ഉപ്പ ആടിനെ അറുത്തത് പോലെ ഞാൻ നിന്നെയും അറുത്തോട്ടെ. എന്താണ് അവരെന്നോ എന്താണ് മരണമെന്നോ ഒന്നും നിശ്ചയമില്ലായിരുന്നു. പിഞ്ചു മക്കളാണല്ലോ അവർ. അങ്ങനെ ജാബിർ ആടിനെ അറുത്തത് പോലെ മൂത്തവൻ ഇളവനെ മലത്തി കിടത്തി അറുക്കുന്നു. സുബ്ഹാനല്ലാഹ്, തന്റെ പിഞ്ചു കാറ്റിൽ നിന്ന് രക്തം ചാലിട്ടൊഴുകി, പേശികൾ വെളിഞ്ഞു പോകി. അടയാൻ പോകുന്ന കണ്ണുകൾ ഇക്കാക്കെ ദയനീയമായി നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ മൂത്തവന് അവിടെ വിട്ട് ഓടുന്നു. ഓടുന്നതിൽ മറ്റൊന്നും കൂടി സംഭവിച്ചു. കത്തിയുടെ മുകളിലേക്ക് തെന്നി വീഴുന്നു. ഇന്നാലില്ല, ജ്യേഷ്ഠനും ഈ ലോകത്തോട് വിട പറയുകയാണ്. മരണത്തിന്റെ ഇരുന്ന പാതയിലേക്ക് ഓടി വീട്ടിൽ 2 മക്കൾ, അതും ഒരേ സമയം. താങ്ങാൻ കഴിയുമോ? സുഹൈല ബീവി സ്നേഹിതയാകുമോ? എങ്ങനെ താങ്ങും? ഇല്ല, ലോകത്തൊരു ഉമ്മക്കൊന്നും താങ്ങാൻ കഴിയുകയില്ല. അങ്ങനെ ജാബിർ ക്ഷണം സ്വീകരിച്ച് സഹാബത്തും ജാബിർ വീട്ടിലെത്തി. സുഹൈല ബീവി ആകെ ബേജാറായി. കടൽ പോലെ പ്രക്ഷുബ്ധമായിരുന്നു സുഹൈല ബീവിയുടെ മനസ്സ്. ഒരു ഭാഗത്ത് പ്രവാചകനുള്ള ഇഷ്ടമോളം വെട്ടുന്നു. അത് തീരങ്ങളെ ചുംബിക്കുന്ന തിരുവാലയെ പോലെ വാരി പുണർന്നപ്പോൾ ഒരു തരത്തിലൊക്കെ ക്ഷമ കിട്ടി. ഇങ്ങനെ ഓരോന്നാലോചിക്കുന്നപ്പോഴാണ് ജാബിർ സ്നേഹത്തോടെയുള്ള വിളി, സുഹൈല, ഓ സുഹൈല. ആ വിളി അങ്ങ് കേട്ടത് സുഹൈല ബീവി മനസ്സിലേക്ക് ഒരു കുളിർ വീശി. പ്രവാചകനുള്ള പ്രേമത്തിന്റെ കുളിർ. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണങ്ങളൊക്കെ എടുത്തു വെക്കുകയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കാൻ ഇരിക്കുകയും ചെയ്തപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം, എവിടെ ജാബിർ, നിന്റെ മക്കൾ? ജാബിർ തങ്ങൾ സുഹൈല ബീവിയെ ക്ഷണിച്ചു. മക്കളുടെ വിഷയം മാറ്റാൻ പല തരത്തിലും സുഹൈല ബീവിയെ ക്ഷണിച്ചു. പക്ഷെ വീണ്ടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ ചോദിക്കുകയാണ്. ഒടുവിൽ ആ സത്യം സുഹൈല ബീവി വിഷമത്തോടെ പറയുകയാണ്. കണ്ണീരിൽ കുതിർന്ന ജാബിർ വിഷയങ്ങളെല്ലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഞാൻ തന്നെ അവരെ വിളിക്കാം. ജാബിറിന്റെ 2 മക്കളെ വരൂ. അത്ഭുതം, അത്യത്ഭുതം. ചോരയിൽ പൊതിച്ചു മൂടിയ ആ 2 മക്കൾ അതാ അനുസരണ മക്കളെ പോലെ എഴുന്നേറ്റിരുന്നു. അവരുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാൽ വരുമല്ലോ. അങ്ങനെ ആ വിസ്മയിപ്പിച്ച വിരുന്നു സൽക്കാരത്തിന് വീട് സാക്ഷിയായി. കൂട്ടുകാരെ, ആലംപൂവിനോടുള്ള അതിരുമില്ലാത്ത സ്നേഹം ഈ കഥയുടെ നമുക്ക് എല്ലാവർക്കും വായിച്ചെടുക്കാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൈല ബീവിയുടെ ഈമാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.